യേശുവിൻ്റെ മാർവിടം അതൊരു ശരീരഭാഗമല്ല ഉദ്ദേശിക്കുന്നത്. അതൊരു ആത്മീകമായ മേഖലയാണ്. അതൊരു സ്പിരിച്വൽ സോണാണ്. കർത്താവിൻ്റെ മാർവോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നെഞ്ചിൻ്റെ ആ ഒരു ചൂട് ലഭിക്കുന്ന സ്നേഹാനുഭവത്തിൻ്റെ അർഹത പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇന്നത്തെ പ്രവചനദൂതിലൂടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവിലുള്ള ആ ഒരു സ്വസ്ഥത, ആ ഒരു വിശ്രാമം ഇന്ന് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. ഇന്നേ നാഴിക വരെ കർത്താവുമായി ഉണ്ടായിട്ടില്ലാത്ത ഒരു ഡീപ്പായ വലിയ ബന്ധം ഇന്ന് ആരംഭിക്കുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നാളിതുവരെ അനുഭവിക്കാത്തത് പോലെ യേശുവിനെ തീവ്രമായി അനുഭവിക്കുവാൻ വേണ്ടി, കർത്താവിനെ ശരിക്കും തൊട്ടറിയാൻ വേണ്ടി നമ്മൾ കയറി ചെല്ലേണ്ട ആ ആത്മീക മേഖലയാണ് യേശുവിൻ്റെ മാർവിടമെന്ന് വിശേഷിപ്പിക്കുന്ന ആ സ്പിരിച്വൽ സോൺ. നമുക്ക് അവിടേക്ക് യാത്ര തുടങ്ങാം. നമ്മുടെ കരം പിടിച്ച് നടത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നെഞ്ചിലേക്ക്, ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സന്തോഷത്തോടെ സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനത്തിൽ നാം യോഹന്നാനെ ഇങ്ങനെയാണ് കാണുന്നത്: യേശുവിൻ്റെ മാർവോട് ചാരിയിരുന്ന, കർത്താവിൻ്റെ നെഞ്ചോട് പറ്റിയിരുന്ന ശിഷ്യൻ. സത്യത്തിൽ അത് വെറും ഒരു ബന്ധമായിരുന്നില്ല, ദൈവത്തിൻ്റെ ഹൃദയം കേൾക്കുന്ന ഒരു അനുഭവമായിരുന്നു. സത്യത്തിൽ ഒരു പ്രവാചകൻ ആരാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഹൃദയം നമ്മളോട് പറയുന്നയാളാണ്. ദൈവത്തിൻ്റെ ഉള്ളിലെന്തോ സ്പന്ദിക്കുന്നു. ദൈവത്തിൻ്റെ മൃദുലമായ ഹൃദയസ്പന്ദനങ്ങളെ തൻ്റെ കാതുകളാൽ കേട്ടിട്ട് താൻ അകത്ത് കേട്ടതിനെ തൻ്റേതായ ഭാഷയിൽ ദൈവം നൽകുന്ന ആ ഒരു സന്ദേശത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നയാളാണ് ദൈവത്തിൻ്റെ പ്രവാചകൻ. സത്യത്തിൽ ഇന്ന് ലോകത്തുള്ള ഏറ്റവും ശക്തമേറിയ ശുശ്രൂഷയുടെ രഹസ്യ കേന്ദ്രം എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നു, തിരിച്ചറിയുന്നു, അതെൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മാർവിടം തന്നെയാണ്. ഞാൻ അല്പം മുൻപ് പറഞ്ഞല്ലോ, യേശുവിൻ്റെ മാർവിടം എന്ന് പറയുന്നത് കൊണ്ട് തൻ്റെ ഈ ഒരു ചെസ്റ്റ് ഏരിയ അല്ലെങ്കിൽ യേശുവിൻ്റെ ആ ഒരു നെഞ്ചും കൂട് എന്നുള്ള അർത്ഥമല്ല ഇന്നുള്ളത്. നമുക്കിന്നും കർത്താവിൻ്റെ മാർവോട് ചാരി ഇരിക്കണമെങ്കിൽ, അങ്ങനാണെങ്കിൽ നമ്മുടെ കർത്താവ് ഇന്ന് മാംസ ശരീര രൂപിയായി നമ്മുടെ മുമ്പിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ആത്മീക അനുഭവം നേരിട്ട് ആർജിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ പകലും ഈ നിമിഷവും കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്നതിന് തത്തുല്യമായ അനുഭൂതികളാൽ, അനുഗ്രഹങ്ങളാൽ, സമ്പന്നമായ കൃപകളാൽ നമ്മളെ അനുഗ്രഹിപ്പാൻ, നിറപ്പാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഏറ്റവും ഉന്നതമായിരിക്കുന്ന, ശാന്തമായിരിക്കുന്ന, സന്തോഷം നിറഞ്ഞ ഒരാത്മീക അവസ്ഥയാണ് യേശുവിൻ്റെ മാർവിടം എന്ന് പറയുന്നതിന് പിന്നിൽ ഉള്ളത്. അത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ സംതൃപ്തി പ്രാപിക്കുന്ന, ഏറ്റവും ശക്തമായി ആശ്രയം വെക്കുന്ന ദൈവിക ബന്ധത്തിൻ്റെ ഇടമാണ്. ഞാനിരിക്കുന്ന ഈ ഒരു കസേര, ഈ കസേരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് പുറകോട്ട് ചാരാം എന്നുള്ളതാണ്. പുറകോട്ട് ചാരിയിരിക്കാം. ഇന്ന് ലോകത്തുള്ള എല്ലാം നമുക്ക് പുറകോട്ട് ചാരാൻ വേണ്ടി മാത്രമാണ് ഉള്ളത്. നമ്മളിങ്ങനെ പിന്നിലേക്ക് ചാരി നിൽക്കുമ്പോൾ നമ്മുടെ മുഖഭാവം ആർക്കും മനസ്സിലാകാം. ആർക്കും നമ്മുടെ വേദനയോ സന്തോഷമോ ഏത് വികാരമാണ് ഉള്ളിലുള്ളതെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ മറ്റൊരാളുടെ നെഞ്ചിലേക്ക് നാം ഇങ്ങനെ ചാഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മുഖഭാവം ആർക്കും ഗ്രഹിക്കാൻ കഴിയുകയില്ല. നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആൾക്കും മാത്രമേ നമ്മളുടെ മനോനിലയുടെ വേദനയുടെ ആഴം, നമ്മുടെ മനോനിലയുടെ തരംഗങ്ങൾ അതിനെ സംശീകരിക്കാൻ പറ്റുകയുള്ളൂ. കർത്താവിൻ്റെ നെഞ്ചോട് ചാരുമ്പോൾ ലോകത്തിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ദൈവം നമ്മളെ തന്നിൽ തന്നെ മറയ്ക്കുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ആർക്കും നമ്മുടെ ജീവിതത്തിൻ്റെ യാതൊരു ഗുഡൻസും മറ്റ് യാതൊരു വിധമായ വൈകാരിക പ്രയാസങ്ങളോ ജീവിത തകർച്ചകളോ വായിക്കാൻ കഴിയാത്തത്ര ദൈവം തൻ്റെ സ്നേഹത്തിൽ നമ്മളെ മറയ്ക്കുന്നൊരനുഭവമായി മാറും. 91-ാം സങ്കീർത്തനത്തിൽ മോശ പാടിയ തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ തന്നെ മറയ്ക്കുമെന്ന് പറയുന്നത് കേവലം ഭദ്രതയല്ല, ഭദ്രതയ്ക്ക് അതീതമായി തൂവൽ എന്ന് പറയുന്നത് ചൂടും കൂടെ നൽകുന്ന ഒരു ഇടമാണ്.
സംരക്ഷണത്തിനോടൊപ്പം അത് പരിചരണവും സ്നേഹവും കൂടെ ഒത്തുചേർന്ന ഇടമാണ് കർത്താവായ യേശുവിൻ്റെ മാർവിടം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ സ്നേഹപരിചരണവും കൂടെ സമ്മേളിക്കുന്ന ഒരനുഭവമാണ്. ഒന്നുകൂടെ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും ദൈവത്തിൻ്റെ സ്നേഹപരിചരണവും കൂടെ നമ്മുടെ മേൽ സമ്മേളിക്കുന്ന ഒരു ആത്മീക അവസ്ഥയാണ് യേശുവിൻ്റെ മാർവിടം എന്ന് പറയുന്നത്. ഇന്ന് കർത്താവിൻ്റെ ആ നെഞ്ചിലേക്ക് ചേക്കേറാൻ നമുക്ക് കഴിയട്ടെ. നീണ്ടു നിൽക്കുന്ന നിശബ്ദതയിലൂടെ യേശുവിനെ അനുഭവിക്കുവാൻ വേണ്ടിയുള്ള ആത്മദാഹത്തിൽ മൗനമായിട്ട് കുറേ സമയങ്ങൾ നമ്മളെ തന്നെ ദൈവമുമ്പാകെ നൽകുന്നതിലൂടെ ഹൃദയം തുറന്ന് നമ്മൾ കരയുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടുള്ളതായ ആരാധനാ അനുഭവങ്ങൾ, ധ്യാനാനുഭവങ്ങൾ, ഇതിലൂടെയൊക്കെയാണ് നമുക്ക് അവിടേക്ക് ചെന്നെത്താൻ കഴിയുന്നത്. സത്യത്തിൽ അപ്പൻ്റെയോ അമ്മയുടെയോ കയ്യിലിരുന്ന് ചാഞ്ചാടുന്ന കുഞ്ഞ്, ഒക്കത്ത് കയറിയിരിക്കുന്ന കുഞ്ഞാട്, ഇതിനേക്കാളെല്ലാം അപ്പുറത്ത് മാറിടത്തിൽ വഹിക്കുന്ന ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു കുഞ്ഞാടിനെ സംബന്ധിച്ചിടത്തോളം അതനുഭവിക്കുന്ന ഏറ്റവും വലിയ അവസ്ഥ നിശ്ചലാവസ്ഥയാണ്. ഒരു കുഞ്ഞിനെ ഉറക്കുവാൻ ഒരു അമ്മ അതിനെ മാറോടാണ് ചേർത്ത് വെക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായി നാം യേശുവിനെ മാറോട് ചാരുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഈ ലോകത്തിൻ്റെ ആപൽക്കരമായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നെല്ലാം മാറ്റിക്കൊണ്ട് പോയിട്ട് നമ്മളെ തന്നിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ ദൈവം അനുവദിക്കുന്ന ഒരു പ്രത്യേക ആത്മീക സന്തോഷമാണ് അവിടെ നമുക്ക് പ്രദാനം ചെയ്യപ്പെടുന്നത്. പ്രാർത്ഥനയിലൂടെയോ ധ്യാനാനുഭവത്തിലൂടെയോ നിശബ്ദതയിലൂടെയോ ദൈവവചന ധ്യാനാനുഭവങ്ങളിലൂടെയോ അല്ലെങ്കിൽ ലളിതമായ യേശുവുമായുള്ള സ്നേഹത്തിൽ ആ ഇൻറ്റിമസിയിൽ നമ്മളെ കണക്ട് ചെയ്യുന്ന സംഗീതത്തിലൂടെയോ ഒക്കെ നമുക്ക് ആ ഒരു ആത്മീക അവസ്ഥയിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മളെ അതിലേക്ക് കയറ്റുന്ന വാതിലുകളാണ്. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കർത്താവിൻ്റെ മാർവോട് ചേരാൻ തക്കവിധം നിങ്ങളെ സഹായിക്കുന്ന വിവിധങ്ങളായ ഉപാധികൾ നിങ്ങൾക്ക് തന്നെ ഈ വിധത്തിൽ കണ്ടെത്താവുന്നതാണ്. ഒന്നെങ്കിൽ അത് കുറേ നേരം മൗനമായി യേശു എന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കാൽവറിയിലൂടെ നമുക്ക് വേണ്ടി ജീവൻ നൽകിയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുക എന്നുള്ളതാണ്. ഇനി അതുമല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് അല്പനേരം പ്രാർത്ഥിക്കുക, സംഗീതം ആലപിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം വായിക്കുകയോ ഉരുവിടുകയോ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ശരീരഭാഷ അത് കൂടുതൽ ഇളക്കങ്ങളൊന്നുമില്ലാതെ ഒരു നിശ്ചലാവസ്ഥയിലായിരുന്നാൽ നിങ്ങൾക്ക് അവിടേക്ക് പെട്ടെന്ന് കടക്കാൻ കഴിയും. നിങ്ങൾക്കവിടെ ശാന്തിയും സമാധാനവും ദൈവിക സംരക്ഷണവും പ്രദാനം ചെയ്യപ്പെടുന്ന ഒരു ആത്മീക അവസ്ഥയുടെ കരുതൽ കൂടുതലായി ഏറ്റുവാങ്ങാൻ കഴിയും. നമുക്ക് കർത്താവിൻ്റെ മാർവിലെ ആ ഒരു സന്തോഷത്തിലേക്ക് കടക്കാൻ ഇത്തരം ആത്മീയ അനുഭവങ്ങൾ നമ്മളെ സഹായിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആത്മീക പാന്താവ് ഏതാണോ നിങ്ങളെ കൂടുതൽ ദൈവസന്നിധിയിൽ സാറ്റിസ്ഫൈഡ് ആകാൻ തക്കവിധം നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ എക്സസൈസ് അത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് യേശുവിനെ മാറോട് ചാരിക്കിടന്ന് ദൈവത്തിൻ്റെ ഹൃദയവും നിങ്ങളുടെ ഹൃദയവും തമ്മിൽ മിണ്ടുന്ന ഒരു തലത്തിലേക്ക് നമുക്കതിനെ ട്യൂൺ ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ അതിനെ ഒന്ന് ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തരാം. നാം ഇങ്ങനെ നിശബ്ദമായിട്ട് മറ്റൊന്നും തിരക്കുകളിലോ ഒന്നും പെടാതെ ഈ നിമിഷം ഞാൻ യേശുവിനോട് കൂടെ മാത്രമാണ് എന്നുള്ളൊരു തലത്തിൽ നാം കർത്താവിൻ്റെ തിരുസന്നിധിയെ മാറിയിരുന്ന് കർത്താവിൻ്റെ മാറിൽ എന്ന പോലെ നമ്മൾ ആ ആത്മസാന്നിധ്യത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ വലിയൊരു ആന്തരിക സമാധാനം ഉണ്ടാകും. 100 പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ആന്തരിക സമാധാനം നമ്മളെ തഴുകുന്നൊരവസ്ഥ നമുക്കുണ്ടാകും. ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാകും. ചിലർക്ക് ചൂടോ തണുപ്പോ ഒക്കെ അനുഭവപ്പെടും. വിവിധങ്ങളായ പരിശുദ്ധാത്മാവിൻ്റെ അനുഭൂതികൾ നമ്മുടെ ശരീരത്തിൻ്റെ മേൽ വെളിപ്പെടുന്ന ഒരു ധന്യ നിമിഷമായിട്ടത് മാറും. ഈ ദൈവാനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും പരമപ്രധാനമായി ലഭിക്കുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നമുക്ക് ഹൃദ്യമായി കേൾക്കാൻ കഴിയുന്ന ഒരു ആത്മീക പക്വതയിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ വളരും. നമ്മൾ പോലും അറിയാതെ പല കൃപാവരങ്ങളും നമ്മുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. നമ്മൾ പോലും അറിയാതെ പല അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ അത് സജ്ജമാകാൻ തുടങ്ങും. ഞാൻ യേശുവിൻ്റെ ഈ മാർവോട് ചാരി കിടക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനമായ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ, നമുക്ക് യേശുവിനെ മാർവിടത്തിൽ ആദ്യമായി ലഭിക്കുന്നത് മറ്റാരോടും തമ്പുരാൻ ഷെയർ ചെയ്യാത്ത, വേറെ ആർക്കും ഇതുവരെയും കിട്ടാത്ത ദൈവവുമായുള്ള ആ ഒരു ഹൃദയബന്ധത്തിലെ നമ്മളോട് കർത്താവ് ഉള്ളു തുറന്ന് ഇടപെടുന്ന ഒരു നവ്യ അനുഭവമാണ് നമുക്കവിടെ ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അസ്വസ്ഥരാണോ? ജീവിതം മടുത്തു നിൽക്കുന്നവരാണോ? ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ പലരുടെയും ഇട്ടേച്ചു പോയ ഏർപ്പാടിൽ മാനസികമായിട്ട് ഒത്തിരി തളർന്നു നിൽക്കുന്നവരാണോ? ഒരുപാട് ജീവിത പ്രയാസങ്ങൾ നിമിത്തം എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല എന്ന നിലയിൽ ലൈഫിൽ തന്നെ ഒരു മരവിപ്പേറ്റ് നിൽക്കുന്നവരാണോ?
നിങ്ങൾ ഏറ്റവും കൂടുതലായി കണ്ടെത്തേണ്ട വിശ്രാമ സ്ഥാനമാണ് യേശുവിൻ്റെ മാർവിടമെന്ന ആ സ്പിരിച്വൽ സോൺ. ആ ആത്മീക റലത്തിൽ, ആ സ്പിരിച്വൽ റലത്തിൽ നിങ്ങളെ സമാധാനിപ്പിക്കുന്ന സമാധാനത്തിൻ്റെ സമൃദ്ധിയുണ്ട്. അമ്മയുടെ മാറയിൽ ഒരു കുഞ്ഞിന് വേണ്ടതായ അമൃതമുണ്ടെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അമ്മിഞ്ഞപ്പാലുണ്ടെന്ന് പറയുന്ന പോലെ, നമ്മളെ ഏറ്റവും കൂടുതലായി ദൈവം ഊട്ടുന്നത് തൻ്റെ സമാധാനമാണ്. ആ ദൈവിക സമാധാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്ന സ്പിരിച്വൽ സോൺ, അത് ഈ പറയപ്പെടുന്ന യേശുവിൻ്റെ മാർവിടമാണ്. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അമ്മയായി മാറുകയാണ്. ഞാൻ ഈ പറയുന്നത് കേട്ടൊന്നും തെറ്റിദ്ധരിക്കുകയോ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയോ ചെയ്യരുത്. ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഏത് മീനിങ്ങിലാണെന്നൊന്ന് മനസ്സിലാക്കുക. ഒരമ്മ എങ്ങനെ ഒരു കുഞ്ഞിനെ പരിചരിക്കുന്നുവോ അതുപോലെ തൻ്റെ സ്നേഹം നൽകുകയും വാത്സല്യം നൽകുകയും, ഒരമ്മ ഒരു കുഞ്ഞിനെ അമ്മിഞ്ഞപ്പാൽ ഊട്ടുന്നത് പോലെ തൻ്റെ സമാധാനം നിങ്ങളെ ഊട്ടുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും നവ്യമായിരിക്കുന്ന കെയറിങ് നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൻ്റെ മാർവിടം എന്ന് പറയുന്ന ഈ സ്പിരിച്വൽ സോണിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആശങ്കകൾക്കും സങ്കടങ്ങൾക്കും അപ്പുറത്ത്, നമ്മുടെ എല്ലാ തിരക്കുകൾക്കും എടുത്തുചാട്ടങ്ങൾക്കും അപ്പുറത്ത്, നമ്മുടെ ആത്മവിശ്വാസങ്ങൾക്കും വലിയ വിശ്വാസ ബോധ്യങ്ങൾക്കുമെല്ലാം അപ്പുറത്ത് നമുക്ക് അല്പനേരം ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാം, കർത്താവിൻ്റെ കൂടെ ഇരിക്കാം. യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെക്കുറിച്ച് കർത്താവ് ആഗ്രഹിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബൈബിൾ വ്യക്തമാക്കുന്നു: തന്നോടുകൂടെ ഇരിക്കുക. ദൈവത്തിൽ നമുക്ക് ഏറ്റവും ശക്തമായി ലഭ്യമാകേണ്ട സീറ്റ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ മാർവിടം എന്ന് പറയുന്ന ഈ സ്പിരിച്വൽ സോൺ തന്നെയാണ്. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അമ്മയുടെ സ്നേഹം തരുന്നു. ദൈവപിതാവ് നമുക്ക് ഒരപ്പയുടെ വാത്സല്യം തരുന്നു. ഈ സന്തോഷങ്ങൾ ആവോളം അനുഭവിച്ച് നമുക്ക് ക്രിസ്തുവിൽ ലയിക്കാൻ കഴിയുന്ന സ്നേഹനിബിഡമായ ഇടമായി യേശുവിൻ്റെ മാർവിടം എന്ന ആത്മീക സോൺ നമ്മളെ സ്വീകരിക്കുന്നു. നമുക്കവിടേക്ക് കയറാം. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, യേശുവിന് മാർവിടവുമായി അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ സോണുമായി നാം കണക്റ്റഡ് ആകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുകൂടെ നിങ്ങളൊന്ന് അറിയണം. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു, ഇതൊരു ആത്മിക ശാന്തിയുടെ സ്ഥലമാണ്. അത് നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള വേദനകളുണ്ട് നമുക്കെല്ലാവർക്കും. ഓരോരുത്തർക്കും തങ്ങളിൽ തന്നെ അനുഭവിക്കുന്ന പെയിനുകൾ ഡിഫറൻ്റ് ആണ്. എന്നാൽ ഏത് രീതിയിലുള്ള പെയിനും ദൈവം റിലീഫ് ഒരുക്കുന്ന സ്ഥലമായിട്ടത് മാറുകയാണ്. അതായത് നമ്മുടെ വേദനകളെ ദൈവത്തിൻ്റെ പ്രസൻസ് ഏറ്റെടുക്കും. അതായത് നിങ്ങളിപ്പോൾ പെയിൻ അനുഭവിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ പ്രസൻസ് അവിടേക്ക് കയറി വരുന്ന കാഴ്ച കാണാൻ കഴിയും. ആ പെയിൻഫുൾ ആയിരിക്കുന്ന ഓരോ മുറിവുകൾക്കും പകരം ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ ക്യാരി ചെയ്യുന്ന ഒരു ഇടപാട് അവിടെ നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കർത്താവ് പറഞ്ഞ ഒരു ഉപമ, നല്ല സമരിയാക്കാരൻ്റെ ഉപമ, അതിൽ മുറിവേറ്റ് കിടക്കുന്ന ആളെ കണ്ടപ്പോൾ നല്ല സമരിയാക്കാരനായ നമ്മുടെ യേശു ചെയ്ത കാര്യത്തെക്കുറിച്ച് ഒരു സൂചന തരാം. അയാളുടെ മുറിവിലേക്ക് വീഞ്ഞും എണ്ണയും പകർന്നു എന്നാണ് പറയുന്നത്. വീഞ്ഞിൻ്റെ പ്രത്യേകത അറിയാലോ, അത് ലഹരിയാണ്. ആൽക്കഹോൾ ബ്ലഡിൽ കലർന്നാൽ ലഹരിയാകും. മുറിവിലേക്ക് വീഞ്ഞ് പകരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. വാസ്തവത്തിൽ മുറിവേൽറ്റ ഓരോ മുറിവും വേദനയായിരുന്നെങ്കിൽ ആ വേദനയ്ക്കപ്പുറത്ത്, വേദനയേക്കാൾ അതീതമായി ദൈവം പകരുന്ന ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ലഹരി അതിനെ കീഴ്പ്പെടുത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. നിങ്ങളുടെ മാതാവ് വേദനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പിതാവ് നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾ ആവശ്യത്തിലധികം വേദന നേരിടുന്ന ഒരാളാണോ? നിങ്ങൾ ബന്ധം സ്വീകരിച്ച് കയറി ചെന്ന വീട്ടിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ലേ? നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ആകെ സങ്കടങ്ങളാണോ? ഒരു നല്ല ഫ്രണ്ട് ഇല്ലാത്തതിൻ്റെ വേദന നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഈ വേദനകളെല്ലാം നിങ്ങളുടെ കുഞ്ഞിൽ നിന്ന് പോലും നിങ്ങൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ, ഈ പകരപ്പെടുന്ന വേദനകളുടെ എല്ലാം മീതെ ദൈവസ്നേഹത്തിൻ്റെ ലഹരി നിങ്ങളെ ശുശ്രൂഷ ചെയ്ത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് അനുവദിച്ചാൽ യേശുവിൻ്റെ മാർവിടം എന്ന ഈ സ്പിരിച്വൽ സോണിൽ നിങ്ങൾക്കിത് പ്രാപിപ്പാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. മൂന്നാമത്തെ കാര്യം, ഈ ഹിഡൻ കോഡ്സ് ഓഫ് ലവ് എന്ന് പറയും. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ, ദൈവസ്നേഹത്തിൻ്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ദൈവ രഹസ്യങ്ങൾ,
അതിൻ്റെ സ്പന്ദന കൈമാറ്റങ്ങളുടെ ഇടമാണിത്. ലോകത്താർക്കും കിട്ടാത്ത ദൈവിക വെളിപ്പാടുകൾ ദൈവം എനിക്ക് പകരുന്നത്. ഇന്ന് വരെയും ചിന്തിക്കാത്ത പല കാര്യങ്ങളിലേക്കും കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇതൊക്കെ ഈ ഒരു യേശുവിൻ്റെ മാർവിടത്തിൽ നമ്മളായിരിക്കുമ്പോഴാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രയാസമാണോ? ഒത്തിരി നാളായിട്ട് മെഡിസിൻ എടുത്താലും ഉറങ്ങാതിരിക്കുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സമാധാനത്തോടെ ഉറക്കാം. അത്ഭുതം എന്ന് പറയട്ടെ, നമ്മുടെ കോട്ടയത്തെ ചർച്ചിൽ ഉറക്കമില്ലായ്മ നിമിത്തം പ്രാർത്ഥിക്കാനെത്തിയ എല്ലാ പ്രിയപ്പെട്ടവരും ശരിക്കും ഉറങ്ങുന്നുണ്ട്. അതൊരു വലിയ ടെസ്റ്റിമണിയാണ്. ഉറങ്ങാത്തവർ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ വിശ്രാമം അവർക്ക് തിരികെ വരികയാണ്. കാരണം ഞാൻ യേശുവിൽ ഈ വിശ്രാമം അനുഭവിക്കുന്ന ഒരു ദൈവദാസനാണ്. എൻ്റെ മേൽ ഇതിന് സമൃദ്ധിയുണ്ട്. എൻ്റെ അരികിൽ വരുന്ന മനുഷ്യരിലേക്ക് ഇത് പകരപ്പെടും. അതുകൊണ്ട് തന്നെ അവർ റിലാക്സ്ഡ് ആവും. വളരെ എഫർട്ട്ലെസ് ആയിട്ട് അവരെ എനിക്ക് ഉറക്കാൻ കഴിയും. അത് ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് കർത്താവിൻ്റെ മാർവിടത്തിൽ നിന്ന് കിട്ടുന്ന സ്നേഹ സമൃദ്ധിയിലെ ഒരു അനുഗ്രഹമാണ്. ഞാൻ തൊടുന്ന മനുഷ്യരുടെ ഉറക്കമില്ലായ്മ മാറാറുണ്ട്. ഞാൻ അനുഗ്രഹിക്കുന്നവരുടെ ഉറക്കമില്ലായ്മയ്ക്ക് പരിഹാരം വരാറുണ്ട്. ഞാൻ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നവരുടെ മാനസിക വിഷമങ്ങൾ മാറിപ്പോകാറുണ്ട്. ഇതെൻ്റെ മികവല്ല. ഞാൻ അനുഭവിക്കുന്ന ദൈവസ്നേഹ സമൃദ്ധിയിൽ കർത്താവിൻ്റെ മാർവിടത്തിൽ നിന്ന് എന്നിലേക്ക് പകരുന്ന ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വലിപ്പം നിമിത്തം, അഭിഷേകത്തിൻ്റെ പകർച്ച നിമിത്തം അത് എന്നിൽ നിന്നും എൻ്റെ അരികിലേക്ക് വരുന്ന വ്യക്തികളിലേക്ക് ഒഴുകുന്നു എന്ന് മാത്രമാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കുന്ന കല്ലിനുണ്ടാകുന്ന സൗരഭ്യം മാത്രമാണത്. മുല്ലപ്പൂ അവിടെ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ കീഴിൽ നിൽക്കുന്ന കല്ലിനും കിട്ടുന്ന ഒരു മണം മാത്രമാണ്. യേശുവിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്നൊരു സന്തോഷമാണ്. അത് നമ്മുടെ അരികിൽ വരുന്നവർക്കും പകരപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉറക്കമില്ലായ്മകൾ മാറും. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നമ്മുടെ ആങ്സൈറ്റികൾ മാറും, നമ്മുടെ സ്ട്രെസ്സ് മാറും, നമ്മുടെ വല്ലാത്ത കുറ്റബോധങ്ങളെല്ലാം മാറും. നമുക്ക് പലരെയും കൊല്ലണമെന്നൊക്കെയുള്ള നിലയിൽ മനസ്സിലുള്ള വലിയ പക മാറിപ്പോവും. നമുക്ക് ഒത്തിരി ക്ഷമിക്കാൻ ധൈര്യവും ശക്തിയും കിട്ടും. നമ്മളെ വേദനിപ്പിച്ചവരെ ആ പോട്ടെ എന്ന് വെക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് കിട്ടും. നാളെ നമ്മളെ മുറിവേൽപ്പിച്ച ഒരാളെ നേരിട്ട് കാണുമ്പോഴും ചിരിക്കാൻ, ഒന്നും ചെയ്തിട്ടില്ലാത്തവരെ പോലെ അവരെ കാണാൻ കഴിയുന്ന തലത്തിൽ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും. ഇതൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ ദൈവസ്നേഹത്തിൻ്റെ സമൃദ്ധി കർത്താവിൻ്റെ തിരുമാർവിടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിനാൽ മാത്രമാണ്. ഡിപ്രഷൻ പോലെയുള്ള രോഗങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം ഞാൻ ഉറപ്പു തരുന്നു. കംപ്ലീറ്റ് റിക്കവറൻസ് അത് ലഭിക്കും എന്ന് പറഞ്ഞാൽ ലഭിച്ചിരിക്കും. നിങ്ങൾക്ക് ബൈപോളാർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറങ്ങാൻ വയ്യാത്ത അവസ്ഥയുണ്ടെങ്കിൽ, സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടെങ്കിൽ, വല്ലാത്ത ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒത്തിരി ഹാലൂസിനേറ്റഡ് ആയിരിക്കുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിശ്ചയമായും മാറ്റം ഉണ്ടാകും. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് സൗഖ്യമില്ലെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. ദൈവത്തിൻ്റെ കൃപയാൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മുടെ ചർച്ചിൽ പേരൻസ് എത്തി. 4 കുഞ്ഞുങ്ങൾ. ഓട്ടിസം ബാധിച്ച 4 പിള്ളേർ സൗഖ്യമായി. ദൈവം അവരെ വിടുവിച്ചു. ഞാൻ ഈ ദൈവാലോചന പറയുമ്പോൾ ഇന്നലെ ഞാൻ ഉച്ച കഴിഞ്ഞ് ഒരു ഫാമിലിയെ വിളിച്ചു. അവരിവിടെയല്ല, ഇൻഡോറിലാണ്. ഇപ്പോൾ ഒരു പക്ഷേ ആ സിസ്റ്ററിൻ്റെ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ താഴെ യെസ് പാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. സിസ്റ്റർ എന്നെ വിളിച്ചു, മോക്ക് എന്നാ ഉണ്ട് വിശേഷം എന്ന് ഞാൻ ചോദിച്ചു. വളരെ മെഡിക്കായിട്ടിരിക്കുന്നു പാസ്റ്ററെ, അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. ആ സാക്ഷ്യം ഒരിക്കൽ കൂടെ ഉറപ്പ് വരുത്തിയിട്ടാണ് ഇപ്പം ഞാൻ ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുന്നത്. അടങ്ങിയിരിക്കാത്ത ഹൈപ്പർ ആക്റ്റീവായിരുന്ന ആ പൈതൽ സൗഖ്യം. ഇതൊക്കെ എങ്ങനെയാണ്? യേശുവിൻ്റെ മാർവിടത്തിൻ്റെ സമാധാനം പകരപ്പെടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഡിപ്രഷൻ പോലെയുള്ള പലവിധത്തിലുള്ള വലിയ രോഗങ്ങൾക്ക് സമ്പൂർണമായ സൗഖ്യം ഇവിടെ നമുക്ക് ലഭിക്കും. ഇനി ഞാൻ പ്രധാനമായിട്ടും പറയട്ടെ, നിങ്ങളുടെ ആത്മീക ശുശ്രൂഷ, നിങ്ങൾ ഏത് മിനിസ്ട്രിയും ചെയ്യുന്ന ആളായിക്കോട്ടെ, ഇനിയും ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രവാചകനോ പ്രവാചകിയോ ആയിക്കൊള്ളട്ടെ, വചനം പ്രസംഗിക്കുന്ന ആളാകട്ടെ, ഞാൻ ഒന്ന് പറയട്ടെ, നമ്മുടെ ലൈഫിൽ നമ്മുടെ മിനിസ്ട്രിയുടെ ലെവൽ മാറും. നമുക്ക് കുറ്റം പറയലുകളും കുറ്റപ്പെടുത്തലുകളും ഒന്നുമില്ലാതെ യേശുവിൻ്റെ സ്നേഹം അനേകായിരങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ വിളമ്പുകാരായി മാറാൻ നമുക്ക് പറ്റും.
ഈ സന്തോഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് യേശുവിൻ്റെ മാർവിടം എന്ന് പറയുന്ന ഈ സ്പിരിച്വൽ സോണിലെ ബ്ലെസ്സിങ് ആണ്. ഇനി ഞാനൊന്നുകൂടെ പറയട്ടെ, ഏറ്റവും പ്രധാനമായും ഈ ഒരു ആത്മീയ അനുഭവത്തിൽ നിന്നും പുറത്തു വരുന്ന ഒരു വ്യക്തിയിൽ നിന്നും കാണാൻ കഴിയുന്നൊരു മാറ്റമാണ്. നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ ഒരാൾക്കൊരു കൈനീട്ടം കൊടുത്താൽ, നിങ്ങളൊരു വീട്ടിൽ കയറി പ്രാർത്ഥിച്ചാൽ, ഒരു സ്ഥാപനത്തിൽ കയറി നിങ്ങൾ കാലുകുത്തിയാൽ, ഭയങ്കര അനുഗ്രഹമായിരിക്കും ആ വ്യക്തികൾക്ക്. അവരേത് മതവിശ്വാസം പിന്തുടരുന്നവരും ആയിക്കൊള്ളട്ടെ, അവർ പറയും നിങ്ങൾ ഐശ്വര്യമുള്ള ആളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില സംഭവങ്ങളില്ലേ, ആരെയെന്ന് കണി കണ്ടേ, ആരെ കണ്ടിട്ടാണ് ഇറങ്ങി, ഇങ്ങനെയൊക്കെ പറയുന്നൊരു പരിപാടിയില്ലേ. കർത്താവിൻ്റെ മാറിടത്തിൽ കിടക്കുന്ന ഒരുത്തനെ കണ്ടിട്ട് ഒരുത്തനൊരു യാത്രയ്ക്ക് ഇറങ്ങിയാൽ അത് ശുഭമായിരിക്കും. കാരണം മോശയുടെ മുഖം തേജസ്സിനാൽ വിളങ്ങിയെങ്കിൽ ഈ സ്പിരിച്വൽ സോണിൽ, ഈ സ്പിരിച്വൽ റലത്തിൽ കയറുന്ന ഒരാൾ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്യാരി ചെയ്താ വരുന്നത്. ഒരു പ്രകാശമാണ് ആ വ്യക്തികൾ, ഇരുട്ടൊന്നുമല്ല. അവരെ നോക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. അവരനുഗ്രഹിച്ചാൽ, അവർ കൈനീട്ടി വല്ലതും കൊടുത്താൽ, അവരുടെ കരത്തിൽ നിന്നും വല്ലതും വാങ്ങിയെടുക്കാൻ കഴിഞ്ഞാൽ അതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ്. ഇനി ഞാൻ ഇന്നോട് പറയട്ടെ, ഞാൻ ഒത്തിരി മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ വളരെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ചില രോഗങ്ങൾ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുകയല്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അർത്ഥം സൗഖ്യമില്ലെന്നുള്ളതല്ല, അത് മരണത്തിനുള്ള രോഗമായിരിക്കും. അന്നേരം അവർ ഈ ലോകത്തുനിന്ന് മരണം വഴിയായി മാറ്റപ്പെടും. എന്നാൽ അങ്ങനെയുള്ള വ്യക്തികളെ അനുഭവിക്കുന്ന കുറേയധികം പ്രയാസങ്ങളുണ്ട്. പ്രാർത്ഥനയുടെ റിസൾട്ട് എന്തായാലും കിട്ടും. ദീർഘായുസ് ചിലപ്പോൾ ദൈവം തന്നിരിക്കും, ചിലപ്പോൾ അത് മരണത്തിനുള്ളതാണ്, അവർ മരണപ്പെടേണ്ടതായിട്ട് തന്നെ വന്നേക്കും. എന്നാലും ഇതിനു മുൻപുള്ള ഒരു വല്ലാത്ത ഒരു സ്ട്രഗ്ലിങ് മൊമെൻ്റ് ഉണ്ടല്ലോ. എത്ര ആൻറ്റിബയോട്ടിക് കൊടുത്താലും ഏക്കത്തില്ല, എത്ര പെയിൻ കില്ലർ കൊടുത്താലും ബോഡിക്ക് റിലീഫ് ഉണ്ടാകുകയില്ല, ഉറങ്ങുകയില്ല. ഭയങ്കരമായിട്ട് ഒരു വഴക്കുണ്ടാക്കുന്നു, ഒച്ച വെക്കുന്നു, ബോധം നേരെ വരുന്നില്ല, ചീത്ത വിളിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രയാസങ്ങൾ നേരിടുന്നുണ്ടല്ലോ. മുറിവ് ഉണങ്ങുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ മാർവിടത്തിൽ അല്പനേരം ഇരുന്നിട്ട് അങ്ങനെ ഒരാളുടെ അടുത്ത് ചെന്നേ. അസ്ഥി പൊട്ടിപ്പൊളിയുന്ന വേദനയുമായിട്ട് ഞെരിപിരി കൊള്ളുന്ന ഒരാൾ, നിങ്ങൾ അവിടെ ചെന്ന് കയറി ഒരു 5-6 മിനിറ്റ് മാക്സിമം നിങ്ങൾ അവിടെ അവരുടെ അടുക്കൽ ചെന്ന് ഇരുന്നൊന്ന് കയ്യിലോ കാലിലോ ഒക്കെ തൊട്ട് അവരുടെ ബെഡിൽ തന്നെ നിങ്ങളൊന്ന് കൈവച്ചാൽ മതി. അവർക്ക് ശാന്തത ഉണ്ടാകുന്ന കാണാൻ പറ്റും. 100 കണക്കിന് മനുഷ്യരുടെ ലൈഫിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. ഞാൻ ചെന്നവർക്ക് വേണ്ടി തൊടുമ്പോൾ അവർ സമാധാനം പ്രാപിക്കുന്നത്. ശരിക്കുമുള്ള കാര്യം പറയുന്നതിനാ കുഴപ്പം. ഒത്തിരി മനുഷ്യരുടെ അരികിൽ ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ കഠോരമായ വേദനകളിൽ നിന്ന് സൗഖ്യവും ശാന്തതയും ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം നിമിത്തം ഒരു പ്രിയപ്പെട്ട മനുഷ്യന്, ഒരു മനുഷ്യാത്മാവിന് അവരുടെ ശരീരദണ്ഡന അനുഭവത്തിൽ ഒരു ശാന്തി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയാൽ അതൊരു പുണ്യമല്ലേ? അതൊരു വലിയ അനുഗ്രഹമല്ലേ? അത് കൊടുക്കാൻ പറ്റും. അത് കൊടുക്കാൻ കഴിയണമെങ്കിൽ ഈ പറയപ്പെടുന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ പക്കൽ നിന്ന് അമ്മ ഒരു കുഞ്ഞിനെ പരിചരിക്കുന്ന പോലെയുള്ള പരിചരണം ഏറ്റുവാങ്ങുന്ന ഒരു മനുഷ്യനായിരിക്കണം നിങ്ങൾ. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹായിൽ നിന്നും സ്നേഹത്തെ അനുനിമിഷം പാനം ചെയ്യുന്ന ഒരു ഗുണം നിങ്ങൾക്കുണ്ടാകണം. അപ്പോൾ എത്ര മെഡിസിൻ എടുത്താലും റിലീഫ് കിട്ടാത്തൊരു വ്യക്തിയെ നിങ്ങൾ ചെന്ന് സ്നേഹത്തോടെ തലോടുമ്പോൾ അത് മാറ്റമായി മാറും. ഞാൻ ഈ സർജറികൾക്ക് തയ്യാറാകുന്ന ആൾക്കാരില്ലേ, സർജറികൾക്ക്, ഇപ്പോൾ ഈ സർജറിക്ക് തയ്യാറാകുന്ന ആൾക്കാർ എൻ്റെ ചർച്ചിലുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ സർജറികൾക്ക് തയ്യാറായിട്ട് ചില മനുഷ്യരെ ഇങ്ങനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ അവരെ പോയി കാണും. നമ്മൾ എന്നൊരാളെ കണ്ട് പ്രാർത്ഥിച്ചു വിട്ടാൽ ആ വ്യക്തി പോയിട്ട് തിരിച്ചു വരുന്നത് അതൊരു അങ്ങനെ ആ നിമിഷം വരെ അവർക്കുള്ള ഭയം അവരെ വിട്ട് മാറും. ഉറപ്പായിട്ടും അത് ഞാൻ ചിലപ്പോൾ അവരുടെ നെറ്റിയിൽ ഉമ്മ കൊടുക്കും. അവർ പോയിട്ട് വരുന്നത് ഭയങ്കര ആരോഗ്യത്തോടായിരിക്കും. ആരോഗ്യത്തോടെ എന്നതിനേക്കാൾ അപ്പുറത്ത് അവർ തിരിച്ച് എന്തോ ഒരു ഭയമുണ്ടല്ലോ ഇതിനകത്തോട്ടൊക്കെ കയറുകയും ഈ യന്ത്രങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന അത് മാറിപ്പോകും. പലരും പറഞ്ഞിട്ട്, പാസ്റ്ററെ സമാധാനത്തോടാണ് പോയിട്ട് വന്നത്, ഒട്ടും പ്രയാസമില്ലായിരുന്നു. ഈ ആഫ്റ്റർ ദ സർജറി ഇവർ മറ്റു പേഷ്യൻസിനേക്കാൾ പെട്ടെന്ന് റിക്കവർ ആകും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കൈവെപ്പിനാൽ നടക്കും. നിങ്ങൾ കർത്താവിൻ്റെ മാർവിടത്തിലേക്കൊന്ന് കയറിക്കേ, അവിടുത്തെ അനുഭവം ഒന്ന് പിടിച്ചു പറ്റിക്കേ. ഇത് നിങ്ങൾക്ക്
ലഭിക്കുന്ന കാഴ്ച കാണാൻ പറ്റും. പിന്നെ ഈ ഒരു അനുഭവം നിങ്ങൾ എന്നും പുലർത്തുന്ന ആളാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടണം. നിങ്ങൾക്ക് ദൈവം ഭൂമിയിൽ നൽകുന്ന ആയുസ്സിൻ്റെ അവസാന നിമിഷം വരെയും നിങ്ങൾക്ക് ഒരു പ്രത്യേക ആരോഗ്യം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ വേണ്ടാത്ത ദണ്ഡനങ്ങളൊന്നും കയറുകയില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഒരു പ്രത്യേക ഊർജാവസ്ഥ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഉറപ്പായ കാര്യമാണ്. വാർദ്ധക്യകാലത്തേക്ക് കടക്കുമ്പോൾ പോലും നിങ്ങൾ അനാവശ്യമായ രോഗദണ്ഡനങ്ങളുടെ ഇരയായി കിടന്ന് നരകിക്കുകയല്ല. ഞാനത് പറയുന്നത് അങ്ങനെയുള്ള ഒത്തിരി പേരെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ മക്കൾ, കുഞ്ഞുമക്കൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ദീർഘായുസ്സ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇത് കാണാൻ കഴിയുന്ന വിധത്തിൽ മക്കളെയും മക്കളുടെ മക്കളെയും ഒക്കെ കണ്ട് അവരുടെ സന്തോഷവും സ്നേഹവും പരിചരണവും ഒക്കെ നല്ല സുബോധത്തോടും അനുഗ്രഹപരമായ ആരോഗ്യത്തോടും കൂടെയൊക്കെ അനുഭവിച്ച് പോകാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമാണ് ദൈവസന്നിധിയിൽ. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനിയും ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെയുള്ള യേശുവിന് മാർവിടത്തിൽ നിന്നും വരുന്ന മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് വാക്കുകൾക്ക് അതീതമായൊരു സാന്നിധ്യം വ്യാപരിക്കുന്നത് കാണാൻ കഴിയും. നിങ്ങളൊരു വാക്ക് പറയുമ്പോൾ ദൈവസാന്നിധ്യം വ്യാപരിക്കാറുണ്ടോ? അലറൊന്നും വേണ്ട. നിങ്ങൾ വളരെ ലളിതമായിട്ട് ചെന്ന് നിന്ന് ഒന്ന് ചിരിച്ചാൽ, പോട്ടെ സാരമില്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ തന്നെ ആ കേൾക്കുന്ന മനുഷ്യരുടെ അകത്ത് ദൈവത്തിൻ്റെ ജീവൻ വ്യാപിക്കുന്ന നിലയിലുള്ളൊരു ബന്ധം നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനെ മാർവിടത്തിൽ നിന്ന് വന്ന വ്യക്തിയാണെന്ന് ഞാൻ പറയും. ഇല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവൻ്റെ പകർച്ച അവർക്ക് കൊടുക്കാൻ കഴിയുകയില്ല. ഫൈനലി ഇതൊത്തിരി പറയാനുണ്ട്. ഒരു വാക്കൂടെ പറഞ്ഞു നിർത്താം. ഇങ്ങനെയുള്ള മനുഷ്യരെ പിശാച് തൊടാൻ ഭയപ്പെടും. യേശുവിനെ മാർവിടത്തിൽ കിടക്കുന്ന വ്യക്തികളെ സാത്താൻ മറ്റു പലരെയും ആക്രമിക്കുന്നവരെ ആക്രമിക്കാനും അവൻ്റെ തന്ത്രങ്ങൾ അവരുടെ നേരെ എയ്യാനും അവനൊന്ന് പേടിക്കും. കാരണം ഇത് വേറെ ഐറ്റമാണ്, ഇത് വേറെ ജനുസാണ്. ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും തമ്പുരാൻ്റെ നെഞ്ചിലാണ് നിങ്ങളുടെ വീട്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പകല് ഒരുപാട് ദുരിതങ്ങളുടെ അകത്ത് നിന്നും സംരക്ഷിതമായ പുതിയൊരു വിജയത്തിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവിധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകർന്നു നൽകുന്ന സ്നേഹത്തിൻ്റെ ഒരു പുതിയ ഐക്യബന്ധത്തിൻ്റെ ആത്മദൂതാണ് ഇന്നിവിടെ വെളിപ്പെടുന്നത്. ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വീടുകളിൽ ദുർഭൂതങ്ങൾ അലറി ഇറങ്ങി ഓടുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. ചിലരുടെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ വിട്ടൊഴിയുന്നത് പോലെയുള്ള ഒരു കാഴ്ച ഞാൻ കാണുകയായിരുന്നു. എനിക്കറിയാം, ഞാനിന്ന് പറഞ്ഞ ഈ ഒരു മെസ്സേജിൻ്റെ അകത്ത്, ഈ ദൂതിൻ്റെ അകത്ത് ഒത്തിരി ഡെലിവറൻസുകൾ ഇന്നുണ്ട്. ഇത് മാത്രമല്ല, ഇന്ന് പകല് നമ്മുടെ ചർച്ചിൽ നടക്കുന്ന ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരുപാട് മിറാക്കിളുകൾ ഇന്ന് നടക്കും. ഒത്തിരി അതിശയ പ്രവൃത്തികളുണ്ടാകും. ലോകമെമ്പാടും ഇന്ന് ഈ ദൂത് കാണുന്ന എല്ലാവരും ലൈവിൽ പങ്കുചേരാനും കൂടാതെ ഇന്ന് നേരിട്ട് വരാൻ കഴിയുന്ന എല്ലാവരും ചർച്ചിലേക്ക് വരാനും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമുക്ക് കർത്താവിന് മാറോട് ചേരാൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുവപ്പ, അങ്ങയുടെ നെഞ്ചോട് ചേരുന്നേ ആ സ്പിരിച്വൽ സോണിൻ്റെ അകത്ത് ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ ദൈവപ്രവൃത്തിയുടെ നിറവ് ഞങ്ങളുടെ മേൽ വ്യാപിക്കപ്പെട്ടതിനും നിറവായി തീർന്നതിനും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മക്കളെ മുഴുവനും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയും നീതിദാനവും എല്ലാവരുടെ മേലും വ്യാപരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളുടെ രോഗകരമായ ശാരീരിക അവയവം അതിനെ ഒന്ന് തൊട്ടാട്ടെ. ഇടത് കൈ കൊണ്ട് തൊട്ടാൽ മതിയേ. എന്നിട്ട് വലത്തെ കൈ ഈ സ്ക്രീനിനെ നേരെ നിന്ന് നീട്ടിപ്പിടിച്ചേ. ജീസസ്, ജീസസ്, ജീസസ്. നിങ്ങൾക്കൊരു മാനസിക രോഗത്തിൻ്റെ വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ട് കൈകളും ഇങ്ങനെ തലയുടെ ഈ രണ്ട് വശത്തും ഇങ്ങനെ ഒന്ന് വെച്ച് അമ്മക്കല്ലേ വളരെ സ്നേഹത്തോടെ ടച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ഇരിക്കട്ടോ കേട്ടോ. കൈയെടുക്കല്ലേ.
താങ്ക് യു ജീസസ്. ഒത്തിരി ടെൻഷൻ അടിച്ചാണ് ഇപ്പം ഈ ദൂത് കേട്ടതെങ്കിൽ ഒരു കസേരയിൽ ഒന്നിരിക്കണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രെയർ ചെയ്യുന്ന ടൈമിൽ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേലെ ഇറങ്ങി ഒരു പക്ഷേ നിങ്ങൾ താഴെ വീഴാൻ സാധ്യതയുണ്ട്. ഒരു കസേരയിൽ ഒന്നിരിക്കാവോ? ചാരിയിരിക്കാവോ? ഇവിടെ മനസ്സിൻ്റെ ഭാരം നീങ്ങിപ്പോകട്ടെ. യെസ് അപ്പേ, ഇപ്പോൾ തന്നെ യെസ്. I love you, Jesus. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് കോട്ടയത്ത് IMA ഹാളിൽ രാവിലെ 10 മണി മുതൽ നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട്. ഞായറാഴ്ചയും IMA ഹാളിൽ ആരാധനയുണ്ട്. ഈ മാസം ലാസ്റ്റ് 31-ാം തീയതി, ഒക്ടോബർ 31, നവംബർ മാസം 1, 2 തീയതികളിൽ നമ്മുടെ ചർച്ചിൽ വെച്ച് ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നുണ്ട്. നിങ്ങളെ ഞാനതിലേക്ക് ക്ഷണിക്കുന്നു. കൂടാതെ ഈ മാസത്തിൽ 29-ാം തീയതി ബുധനാഴ്ച ഞാൻ തൃശ്ശൂർ വരുന്നുണ്ട്. തൃശ്ശൂർ മിഷൻ കോമ്പൗണ്ടിൽ വോയിസ് ഓഫ് ഗോസ്പൽ ഫുൾ ഗോസ്പൽ ചർച്ചിലാണ്. കർത്താവിൽ പ്രസിദ്ധനായ ക്രിസ്തുവിൽ ബഹുമാനി ദേവദാസൻ പാസ്റ്റർ ദാനിയേൽ ഐരൂർ സാറിൻ്റെ ചർച്ചിൽ ആ ദേവദാസനോടൊപ്പം നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഞാൻ എത്തുന്നു. നിങ്ങളെ ഈ കൂട്ടായ്മകളിലേക്ക് സന്തോഷപൂർവ്വം യേശുനാഥൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണേ. ലൈക്ക് ചെയ്യുമ്പോൾ ഒത്തിരി പേരിലേക്ക് ഇത് ചെല്ലുമെന്നാണ് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, കമൻറ്റുകൾ ചെയ്യണം. ഓക്കെ. ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുരാജാവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു പ്രിയപ്പെട്ടവരെ. ആമേൻ.